ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗായ്സ് ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ടായിരുന്നെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കട്ടപ്പനയിലെ 3ാമത്തെ ദിവസമാണിത്, ഡേ 3 വീഡിയോ ആണ്. അപ്പോൾ ഇതേ വെല്ലുമിച്ച് രാവിലെ പണിക്ക് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു. ചിറ്റിയും ചിറ്റപ്പനൊക്കെ ബ്രഷൊക്കെ ചെയ്ത് അവരും റെഡിയാവുന്നു. അങ്ങനെ ഇതേ വെല്ലുമിച്ച് പോയി കണ്ടോ, നമ്മുടെ മുറ്റത്ത് കണിക്കൊന്ന ഇങ്ങനെ മെത്ത വിരിച്ച പോലെ കിടക്കുകയാണ്. ചിറ്റിയും ചിറ്റപ്പനൊക്കെ പോയി, നല്ല വെയിലായി. ഞങ്ങളും കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് ബോറാണല്ലോ, അപ്പോൾ നമുക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വെളിയിൽ ഇങ്ങനെ ഇരുന്ന് മിച്ചർ എടുത്തിട്ട് വന്നു. സനു മിച്ചറൊക്കെ കഴിച്ച് ഒരു 10:30-11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളിങ്ങനെ മിച്ചറൊക്കെ തിന്ന് ഇങ്ങനെ കത്തിയൊക്കെ വെച്ച് ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് പറയുന്നുണ്ട്, അമ്മേ സിനിമയിലൊക്കെ ഇങ്ങനെ കള്ള് കുടിക്കുമ്പോഴല്ലേ ഇങ്ങനെ മിച്ചർ കഴിക്കുന്നതെന്നൊക്കെ ഉള്ള ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാട്ടി. അപ്പം ഞാനതിന് വലിയ മൈൻഡൊക്കെ കൊടുക്കാണ്ട് അതിന് ശേഷം അനിയത്തിയുടെ കല്യാണ ആൽബം സച്ചു എടുത്തിട്ട് വന്നു. അത് കണ്ട് ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അച്ഛൻ, അമ്മ എല്ലാവരും ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിന് ശേഷം ഞങ്ങൾക്ക് ബോറടിച്ചു. ചുമ്മാ കറങ്ങാൻ ഇറങ്ങാമെന്ന് വെച്ചിട്ട് എപ്പോഴും നമ്മൾ തോട്ടിലേക്ക് ആറ്റിലേക്കല്ലേ പോകണത്. അപ്പോൾ ഇത്തവണ അവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വെയിലൊക്കെ ആയിട്ട് വെള്ളമൊക്കെ പറ്റി കിടക്കുകയാണ്. അപ്പോൾ സനു പറഞ്ഞു നമുക്ക് മലമേട്ടിൽ പോകാം, അവിടെ നല്ല രസമുള്ള കാഴ്ചകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മല കയറാനായിട്ട് പോകുന്നത്. ആ കാണുന്ന മലയുടെ മുകളിലോട്ട് കയറാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് നല്ല കരി വെയിലാണ് കേട്ടോ. എൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ചുക്കി ചുളിഞ്ഞ് ടാനൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ വെയിലൊന്നും നോക്കിയില്ല, ഇങ്ങനെ ഊരി ഊറ്റാൻ ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ട് നല്ല മഞ്ഞമുള, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിത്. നിങ്ങൾക്ക് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ ഇവിടുത്തെ പാറയിൽ ഇങ്ങനെ പിള്ളേർ ഓടി ചെന്ന് കയറുകയാണ്. ഞാനൊക്കെ ഇതിലപ്പുറമായിരുന്നു. ശരിക്കും ഞാൻ ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് എൻ്റെ കുട്ടിക്കാലൊക്കെ ഇങ്ങനെ നൊസ്റ്റാൾജി അടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് പോകുമ്പോഴും ഇങ്ങനെ നല്ല ഹൈ ക്ലാസ് കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒക്കെ ഒരുപാട് വീടുകളുണ്ട്, അതുകൊണ്ട് അധികം പേടിക്കൊന്നും വേണ്ട. ഇവിടെ ഇതേ കണിക്കൊന്നയൊക്കെ പൂത്തുലഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വിഷുക്കാലമൊക്കെ വരവേറ്റ് ഇങ്ങനെ പ്രകൃതി വരെ നിൽക്കുകയാണ്. അതേ ഞങ്ങൾ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കയറ്റമാണ് കേട്ടോ. ഇങ്ങനെ ഹൈറ്റിലേക്ക് പോകും തോറും ബാക്കിലെ വീഡിയോസാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് സനു ആണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കാണുന്ന കട്ടപ്പന ടൗണാണ് കേട്ടോ. ഭയങ്കര കുഞ്ഞായിട്ട് ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന കാണാം. ഈ പഴം നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം, എന്താണ് ഇതിൻ്റെ പേരെന്ന്. ഒരു ചവർപ്പൊക്കെ ഉണ്ട്. ഇവർക്ക് പലർക്കും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമൊന്നുമില്ല. പിള്ളേർ അതൊക്കെ പറിച്ചിട്ട് കഴിച്ചിട്ട് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഉരുളൻ പാറക്കല്ലൊക്കെ സൈഡിൽ കിടക്കണ കണ്ടോ. അപ്പോൾ ഇതേ നല്ല കുത്ത് കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങ് വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, മലമുകളിലേക്ക് പോകുകയാണെന്നൊന്നും ഫീൽ ചെയ്യില്ല. കുത്ത് കയറ്റം കയറി പോവാണ്. എന്തായാലും ഈ ദുഃഖവെള്ളിയും പെസഹ വ്യാഴവും ഒക്കെ വരുമ്പോൾ നമ്മൾ മല കയറൂലേ, കുരിശുമല കയറൂലേ, അതുപോലെ എന്തായാലും അതിനുള്ളൊരു പകരമുള്ളൊരു മലകയറ്റം സാധിക്കാനായിട്ട് നമുക്ക് പറ്റി. ഒരു കുരിശ് നമ്മുടെ കയ്യിലില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മൊത്തം കുരിശുകളായിട്ട് ഞങ്ങളിങ്ങനെ സൂപ്പറായിട്ട് അവൾ വിസിലടിച്ചിട്ടുണ്ട്. അതേ ഇവിടെ കണ്ടോ, ഒരു പഴയ ഒരു വീട് പോലൊരു സംഭവം പണ്ടാരോ താമസിച്ചെന്ന് തോന്നുന്നു. മരങ്ങളാണെങ്കിൽ ഭയങ്കര വലിയ മരങ്ങളാണ് കേട്ടോ. വീഡിയോയിൽ എത്രമാത്രം എഫക്റ്റീവ് ആണെന്നറിയില്ല, കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അമ്മോ വൻ മരങ്ങൾ, ഭയങ്കര വലിയ തടി ഉള്ള മരങ്ങളാണ്. ഈ കോൺക്രീറ്റ് ഇട്ട വഴി എന്തായാലും തീരുന്നില്ല. ഇപ്പം കാണാം ഞങ്ങൾ ഇറങ്ങി വരണത്. ഇപ്പം നമ്മൾ കയറി പോയിട്ട് ആ വീട് പോലെ കണ്ടില്ലേ, അതിൻ്റെ ഇപ്പുറത്തെ ആളുകൾ താമസിക്കുന്ന ഒരു വീട്, പഴയ വീടുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പിൽ 2 പട്ടിക്കുട്ടികളുണ്ടായിരുന്നു. അതിങ്ങ് ചാടി വന്നപ്പോഴേ ഞാൻ തിരിഞ്ഞോടിയിട്ട്, എനിക്ക് പട്ടികളെ ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങ് ഹൈറ്റിലേക്ക് പോയില്ല, തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇതേ പണ്ടത്തെ ഓർമ്മയിൽ ഈ കയ്പങ്കാടിൻ്റെ പൂവുണ്ടല്ലോ, ഇതാണ് കയ്പങ്കാട്. നിങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഇതിനെന്താ പേര് പറയണത് പറയണം കേട്ടോ. അപ്പോൾ ഏലമാണ് താഴെ നിൽക്കുന്നത് കേട്ടോ. ആ ഏലം, ആ താഴെ കാണുന്ന ഏലമാണ്. അപ്പോൾ ഇതുപോലത്തെ കയ്പങ്കാടിൻ്റെ ചെടിയുണ്ട്. അപ്പോൾ അതിൻ്റെ പൂവിൻ്റെ ഇതളടന്നു പോയി കഴിയുമ്പോൾ ഉള്ള നടുവിലത്തെ ആ ഭാഗമാണിത്. അപ്പോൾ അതെടുത്തിട്ട് അത് കുറച്ചൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഈർക്കിലിയിൽ കുത്തിയിട്ട് ഇങ്ങനെ കെട്ടി ഒരു കമ്പിൽ കെട്ടിയിട്ട് വണ്ടിയായിട്ട് ഇങ്ങനെ ഉന്തി കളിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ കുഞ്ഞിക്കും സച്ചുവിനും ഒരു വണ്ടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതേ ഭയങ്കര പരുപറ്റ റോഡായതുകൊണ്ട് ഉരുളാൻ കുറച്ച് പാടുണ്ട്. അതുമല്ല അതിൻ്റെ ആ വലിയ കമ്പിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് എന്താ പറയുക, ഷേപ്പ് ആവാനുണ്ട്. അപ്പോൾ അതുകൂടെ ഭംഗിയായെങ്കിലേ ഉള്ളൂ നന്നായിട്ടത് സ്മൂത്തായിട്ട് ഓടുള്ളൂ. എന്തായാലും കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ഞങ്ങളുടെ മലകയറ്റം. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞങ്ങളൊരു മിനി മലകയറ്റം ആക്കാമെന്ന് കരുതിയിട്ട് ആ മലയുടെ തന്നെ സൈഡിൽ കൂടെ ചെറിയൊരു വഴിയുണ്ട്.
അതുവഴി കുറേ കയറിപ്പോയിട്ട് മടുത്തപ്പോൾ പിന്നെ തിരിച്ചിറങ്ങി വന്നു. എന്നാലും അടിപൊളി വൈബായിരുന്നു. കുറേ അങ്ങ് കയറിപ്പോയിട്ടോ. പക്ഷേ താഴെ ഭാഗം കാണാനായിട്ട് പട സീനായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. സൂപ്പറല്ലേ. സനൂനും സച്ചുവിനൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര പരിചയമായതുകൊണ്ട് അവരിങ്ങനെ മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. കുറേ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് തിരിച്ചു പോകാം. എനിക്ക് എന്തൊക്കെയോ ഒരു ഭീതി പോലെ, ഭയങ്കര കാറ്റും മഴ വല്ലതും വരുമോ അങ്ങനത്തെ ഒരു പേടി. പക്ഷെ നല്ല വെയിലാണ്. പക്ഷെ കുന്നിൻ്റെ മുകളിലേക്ക് കയറും തോറും നല്ല കാറ്റുണ്ട്. അപ്പോൾ ദേ നമ്മൾ കയറി വരികയാണ് അവരുടെ അടുത്തേക്ക്. സച്ചു മാമിൻ്റെ സനിച്ചിട്ടിയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിതേ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കുറേ അങ്ങ് കയറി പോയിട്ടോ, കുറേ അങ്ങ് പോയിട്ട് കുറേ നടക്കുകയൊക്കെ ചെയ്തു. വെള്ളമൊക്കെ തീർന്നു നമ്മുടെ കയ്യിലുള്ള. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. കയറിപ്പോയ പോലല്ല കേട്ടോ, ഇറങ്ങി വരാൻ കുറച്ച് ടഫാണ്. എന്ന് ചോദിച്ചാൽ കുത്തിറക്കമായതുകൊണ്ട് നമ്മുടെ കാലൊക്കെ ചെറുതായിട്ട് സ്ലിപ്പാവും. അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ഇറങ്ങി വരാനായിട്ട്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും താഴെ വന്നതിൻ്റെ വലിയൊരു ആശ്വാസം കുഞ്ഞിപ്പെണ്ണിന് മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ ഓടി പോവുകയാണ് സച്ചിമാമൻ്റെ അടുത്തേക്ക്. അതിനുശേഷം ദേ ഞങ്ങളും ചാടി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പഴയ എൻ്റെ കുട്ടിക്കാലത്തിലേക്കൊക്കെ നന്നായിട്ടൊന്ന് തിരിച്ചു പോകാനായിട്ട് പറ്റി. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ദേ നമ്മൾ വീട്ടിൽ വന്നു. ഇത് കണ്ടോ, വെട്ടിയിട്ട വാഴ പോലെ ഫാനൊക്കെ കൊണ്ട് കാറ്റൊക്കെ കൊണ്ട് ഒരാൾ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനും അതേ കണക്ക് തന്നെ ആയി കേട്ടോ. കാരണം കുറേ നാളായില്ലേ നമ്മളിങ്ങനെയൊക്കെ വലിഞ്ഞു കയറിയിട്ട്. അതിൻ്റെ ഒരു ക്ഷീണം എന്തായാലും എനിക്കുണ്ട്. അതിനുശേഷം എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ തന്നെ ചക്കക്കുരു മാങ്ങയൊക്കെ കൂട്ടിയിട്ട് നല്ലതായിട്ടൊന്ന് പിടിപിടിച്ചു. എല്ലാവരും നല്ല വിശപ്പുണ്ടായിരുന്നു. ആ നടന്നതിൻ്റെ ക്ഷീണത്തിൽ എല്ലാവരും കൊടുത്ത ചോറ് മുഴുവൻ കളയാണ്ട് കഴിച്ചു കേട്ടോ. നല്ല വൃത്തിയായിട്ട് കഴിച്ചു. അതേ എല്ലാവരും ആസ്വദിച്ച് കഥയൊക്കെ പറഞ്ഞ് കഴിച്ചിരിക്കുകയാണ്. അഹല്യ വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം വന്നു. അപ്പോൾ അതേ നമ്മൾ കഴിച്ചിട്ട് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. പതിവ് പോലെ കുറച്ച് നേരമൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ചിറ്റയും എലുമിച്ചൊക്കെ വന്നു കഴിഞ്ഞ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ കുളിയും നാമജപവും ഒക്കെ കഴിഞ്ഞ് ടി വി കാണും. വൈകിട്ടത്തെ ഫുഡ് കഴിക്കും, വീണ്ടും കിടക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പിറ്റേ ദിവസം പോകണം. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ടാറ്റ ബൈ ബൈ, താങ്ക് യു.